ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിലേ വീട്ടിൽ പിന്നെ ബറക്കത്ത് ഉണ്ടാവില്ല. യാതൊരു കാരണവശാലും വീട്ടിൽ പിന്നെ ബറക്കത്തില്ല എന്ന് കരുതിയാൽ മതി. ആ വീട്ടിൽ എന്നും കുന്നും പ്രശ്നമായിരിക്കും പ്രിയപ്പെട്ടവരെ. വല്ലാത്ത അവസ്ഥയായിരിക്കും ആ വീട്ടിൽ. എന്നും അടിയായിരിക്കും, എന്നും പിണക്കമായിരിക്കും, എന്നും വഴക്കായിരിക്കും. വല്ലാത്തൊരവസ്ഥയിലൂടെ, വല്ലാത്ത ഒരു വിഷമത്തിലൂടെ കടന്നു പോകേണ്ടി വരുന്നൊരവസ്ഥ കടന്നു വരും. ഈ വീട്ടിൽ ഈ രണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ഏതാണ് ആ രണ്ട് കാര്യം? പലപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മുടെ വീട്ടിൽ എന്തുകൊണ്ടാണ് ബറക്കത്തില്ലാത്ത അവസ്ഥ വരുന്നത്, ഐശ്വര്യമില്ലാത്തൊരവസ്ഥ വരുന്നത്? ചില വീടുകളുണ്ട്, അവിടെ കയറിയാൽ പിന്നെ ദാരിദ്ര്യം കൊണ്ട് ഒഴിയൂല, ഒരു സന്തോഷം ഉണ്ടാവില്ല വീട്ടിൽ കയറിയാൽ. അങ്ങനെ ഒരു അവസ്ഥ പലപ്പോഴും കടന്നു വരാറുണ്ട്. അപ്പം അതിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഇൻഷാ അല്ലാഹ് പറയുന്നത്. ഏതൊക്കെയാണ് ആ രണ്ട് കാര്യങ്ങളെന്ന് നമുക്ക് വീഡിയോയിലൂടെ പഠിക്കാം. പ്രിയപ്പെട്ടവരെ, ഉറക്കം പല വിധത്തിലുള്ള ഉറക്കങ്ങളുണ്ട്. നമ്മളിൽ പലരും രാത്രിയിൽ അമിതമായിട്ട് കിടന്നുറങ്ങുന്നവരുണ്ട്, സന്ധ്യാസമയത്ത് കിടന്നുറങ്ങുന്നവരുണ്ട്, നട്ടുച്ചയ്ക്ക് കിടന്നുറങ്ങുന്നവരുണ്ട്. ഈ ഉറക്കം പലവിധമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു മൂന്നുറക്കം അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇഷ്ടമല്ല, വെറുപ്പുള്ള ഉറക്കമാണ്. 3 സമയങ്ങളിൽ ഉറങ്ങുന്നത്. ഏതൊക്കെയാണ് ആ സമയങ്ങളെന്ന് കൂടിയാണ് ഇൻഷാ അല്ലാഹ് വീഡിയോയിൽ പറയുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണുക. വളരെയേറെ ഉപകാരപ്പെടുന്ന അത്ഭുതമാണ് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ദിവസം പറയുന്നത്. ഈ ഇൽമ് എല്ലാവർക്കും ഉപകാരപ്പെടും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വീഡിയോ മുഴുവനായിട്ട് കാണുക. വേണ്ടപ്പെട്ടവരിലേക്ക് വീഡിയോ എത്തിച്ചു കൊടുക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അതിനായി എപ്പോഴും റബ്ബിനോട് ദുആ ചെയ്യുന്നു. നമ്മുടെ വീട്ടിൽ ബറക്കത്തിനെ എടുത്ത് കളയുന്ന രണ്ട് കാര്യങ്ങൾ. വീടെന്ന് പറഞ്ഞാൽ എന്താ പ്രിയപ്പെട്ടവരെ? അള്ളാഹുവിൻ്റെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പറയുന്നത് വീട് എന്ന് പറയുന്നത് സമാധാനത്തിന് വേണ്ടിയിട്ടുള്ളതാണെന്നാണ്. മനസ്സിന് ശാന്തി വരണം, അതിനെ ആ വീട് എന്ന് പറയാം. മസ്കൻ, കയറി ചൊല്ലുമ്പോൾ സമാധാനം ഉണ്ടാകുന്നതിനെ മസ്കൻ അഥവാ ഭവനം എന്ന് പറയാം, അല്ലേ? ബൈത്ത് എന്ന് പറഞ്ഞാൽ ഒരു വീട് തന്നെ, അതിൻ്റെ പാർക്കുന്നത് എന്നാണ് അർത്ഥം. അങ്ങനെ ബൈത്ത് എന്ന് പറയും. പക്ഷെ മസ്കൻ എന്ന് പറഞ്ഞാൽ സമാധാന ഭവനം എന്നാണ്. ആ വീട്ടിലേക്ക് കയറി ചൊല്ലുമ്പോൾ നമുക്ക് മനസ്സിനൊരു സമാധാനം ഉണ്ടാവും. നമ്മുടെ വീടെല്ലാം മസ്കനിൽ പെടണം പ്രിയപ്പെട്ടവരെ. മസ്കനിൽ പെടുന്ന വീടുകളാവണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ നമ്മുടെ ഈ വീടുകളിൽ, ചില വീടുകളിൽ ബറക്കത്തില്ലാത്ത വീടുകളാണ്. ഉസ്താദേ, പലതരത്തിലുള്ള വിഷമങ്ങളാണ് ഞങ്ങളുടെ വീട്ടിലുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് അറിയിക്കാറുണ്ട്. വിഷമങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ അറിയിക്കാറുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിഷമങ്ങളൊക്കെ മാറ്റിക്കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, രണ്ട് കാരണങ്ങളാണ് പ്രധാനമായിട്ടും വീട്ടിൽ ബറക്കത്ത് മാറാനുള്ള കാരണങ്ങൾ. ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഒന്നാമത്തെ കാരണം പഠിച്ചു വെച്ചു, മഹാരഥന്മാർ പഠിപ്പിക്കുന്നുണ്ട്, സുബഹി നമസ്കരിക്കാത്ത വീട് എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരാളെ നമസ്കരിച്ചാലും പോരാ, വീട്ടിലുള്ള പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയും നമസ്കാരം ഫർളാക്കപ്പെട്ടവരുമായിട്ടുള്ള എല്ലാവരും നിസ്കരിച്ചിരിക്കണം എന്നുള്ളതാണ്. അപ്പം നിസ്കരിക്കാത്ത വീട്ടിൽ ബറക്കത്തുണ്ടാവില്ല, നിസ്കരിക്കുന്ന വീട്ടിൽ ബറക്കത്തുണ്ടാവും. സുബഹി നമസ്കരിക്കാത്ത വീട് എന്ന് പറഞ്ഞാൽ അതിൽ അല്ലാഹു തആല ബറക്കത്തിനെ എടുത്തു മാറ്റുന്നതാണ്. ബാലശൈത്വാനു ഫി ഉദുനൈഹി. ഒരു മനുഷ്യനെ സുബഹയില്ലാതെ കിടന്നുറങ്ങിയാൽ ആ മനുഷ്യന്റെ ചെവിയിലെ ശൈത്വാൻ മൂത്രമൊഴിച്ചു തരുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പഠിപ്പിച്ചതാണ്. വളരെ ഗൗരവമാണ്. അന്നത്തെ ദിവസം പിന്നീട് നെഹസാണെന്ന് പോലും ഉലമാക്കൾ പറയുന്നുണ്ട്. എന്താണ് നെഹസ് പ്രിയപ്പെട്ടവരെ? അന്ന് എന്ത് ചെയ്താലും ബറക്കത്തുണ്ടാവൂല. അന്നത്തെ ദിവസം ജീവിതത്തിൽ എന്ത് കാര്യങ്ങൾ ആരംഭിച്ചാലും ബറക്കത്തുണ്ടാവില്ല. അന്ന് കച്ചവടത്തിലൊരു ബറക്കത്തുണ്ടാവില്ല. അന്ന് ചെയ്ത ജോലിയിൽ വരുമാനം കിട്ടിയാൽ അതിലൊരു ബറക്കത്തുണ്ടാവില്ല. അന്നത്തെ ജോലിയിലൊരു റാഹത്തുണ്ടാവില്ല. എല്ലാം കൊണ്ട് നെഹസായിരിക്കും. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഒന്നാമത്തെ കാര്യമാണ് സുബഹി നമസ്കരിക്കാത്ത വീട് എന്നുള്ളതാണ്. എല്ലാവരും സുബഹി നിസ്കരിച്ചിരിക്കണം. ആ വീട്ടിലുള്ള മുഴുവൻ ആളുകളും സുബഹി നിസ്കരിച്ചിരിക്കണം. നമസ്കാരം ഫർളാക്കപ്പെട്ട മുഴുവൻ പേരും സുബഹി നിസ്കരിച്ചിരിക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബഹി ഇല്ലാത്ത ഒരു ദിവസം പോലും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതിരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. രണ്ടാമത്തെ കാര്യം, സുബഹി നിസ്കരിച്ചു. ചിലരുടെ സ്വഭാവമുണ്ട്,
സുബഹി നിസ്കാരം കഴിഞ്ഞാൽ സൂര്യ ഉദയത്തിന് മുമ്പ് കിടന്നുറങ്ങുക, നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുന്നത് പോലെ ഒന്ന് കഴിഞ്ഞു കിട്ടി കിടക്കാനുള്ള ആ ഒരു രൂപേണ നിസ്കാരം കഴിഞ്ഞ ഉടനെ ഉറങ്ങുക. അത് റിസ്ഖിനെ തടയുന്നതാണ് എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ പ്രിയപ്പെട്ടവരെ. മഹാന ഇമാം ദഹബി തങ്ങൾ അവിടുത്തെ തിബ്ബുൻ നബവിയിൽ പറഞ്ഞ ഹദീസിലുണ്ട്, നൗമത്തു സുബാഹി തംനഉ റിസ്ഖ്. സുബഹിന്റെ ഉറക്കമുണ്ടല്ലോ അത് റിസ്ഖിനെ തടഞ്ഞു നിർത്തുന്നതാണ്. നമ്മളിലേക്ക് വന്നു ചേരുന്ന റിസ്ഖുകൾ അല്ലാഹു തടഞ്ഞു നിർത്തും. റബ്ബ് തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, സുബഹി നിസ്കാരം കഴിഞ്ഞിട്ടുള്ള ഉറക്കം, ഉദയത്തിന് മുമ്പ് പെട്ടെന്ന് കിടന്നുള്ള ഉറക്കമുണ്ടല്ലോ, അതിൽ ബറക്കത്തില്ലാത്ത ഉറക്കമാണ്. ഇതാണ് രണ്ടാമത്തെ കാര്യം. ഇങ്ങനെ ഉറങ്ങുന്നവന്റെ വീട്ടിൽ അല്ലാഹു ബറക്കത്താക്കൂല. അത് മാത്രമല്ല പ്രിയപ്പെട്ടവരെ, പണ്ഡിതന്മാരുണ്ടല്ലോ, ആലിമീങ്ങൾ, ഇത് അറിഞ്ഞു വെച്ചിട്ട് കിടക്കുന്ന ആളുകൾ, എന്തെങ്കിലും അസുഖ കാരണങ്ങളായിട്ടോ അല്ലെങ്കിൽ യാത്രാക്ഷീണമോ മറ്റോ അല്ല ഇവിടെ ഈ പറയുന്നത്. ഒരു കാര്യമില്ല, കിടന്നുറങ്ങാം. അങ്ങനെയുള്ള പണ്ഡിതന്മാരുടെ അവസ്ഥ എങ്ങനെയാണെന്നറിയോ? പണ്ഡിതനെങ്ങാണം ആലിമെങ്ങാണം ആ സമയത്ത് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ ഭൂമി പോലും ആർത്തിരമ്പി കരയുന്നതാണ് എന്നുള്ളതാണ്. കാര്യം ഇത്രയേറെ ഒരു വലിയ അറിവ് മനസ്സിൽ വെച്ചിട്ട് എന്ത് ചെയ്യാണ്? കിടന്നുറങ്ങാൻ റിസ്ഖ് തടയുമെന്ന് മനസ്സിലറിയാം, എന്നിട്ട് മറിഞ്ഞു വെച്ചിട്ട് കിടന്നുറങ്ങുന്നതാണ് ആലിം. അങ്ങനെ ആലിമീങ്ങൾ ഉറങ്ങിയാൽ ഭൂമി പോലും ആർത്തിരമ്പി കരയുന്നതാണ്. ഇതല്ലേ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ, മുത്തുനബിയുടെ കരളിന്റെ കഷണമാണ് പൊന്നുമോള് ഫാത്തിമ. ഒരു ദിവസം ഇങ്ങനെ കിടന്നു സുബഹി കഴിഞ്ഞിട്ട്. ഇമാം ബൈഹഖിയുടെ ശുഅബിൽ ഈ ഹദീസ് നമുക്ക് കാണാൻ പ്രിയപ്പെട്ടവരെ. മുത്തുനബി തങ്ങൾ എന്ത് ചെയ്യുന്നറിയോ? കാലുകൊണ്ട് തൊഴിച്ച് എഴുന്നേൽപ്പിച്ചു. കാലുകൊണ്ട് അടിച്ചെഴുന്നേൽപ്പിച്ചു. റിസ്ഖ് അല്ലാഹു തരുന്ന സമയത്ത് കിടന്നുറങ്ങാണോ ഫാത്തിമ എന്ന് പറഞ്ഞ് കാലുകൊണ്ട് എഴുന്നേൽപ്പിച്ചു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രോഗങ്ങൾക്ക് കാരണമാകും എന്നുള്ളതാണ് ഈ ഉറക്കം. സുബഹി കഴിഞ്ഞുള്ള ഉറക്കം രോഗങ്ങൾക്ക് കാരണമാകും. ഇമാം സുഹ്റവർദി തങ്ങളൊക്കെ പറയുന്നുണ്ട്, നിസ്കാരം കഴിഞ്ഞാലേ അങ്ങോട്ട് കിടന്നുറങ്ങാതെ ഖിബിലയുടെ മുന്നിൽ തന്നെ അങ്ങോട്ട് ഇരിക്കണം. എന്നിട്ട് ചൊല്ലാൻ പറ്റുന്നതും ചെയ്യാൻ പറ്റുന്നതുമായ അഅ്മാലു സ്വാലിഹാത്തുകളൊക്കെ എന്ത് ചെയ്യുക? ചൊല്ലുക, ചെയ്യുക, അദ്കാറുകൾ ചൊല്ലുക, ഖുർആൻ പാരായണങ്ങൾ നടത്തുക. നമ്മൾ ഉടനെ ചില ആളുകളുണ്ട്, മുസല്ല വിരിച്ചങ്ങ് നിസ്കരിക്കും വീട്ടിനകത്ത്. നിസ്കരിച്ചിട്ട് നിസ്കാരം കഴിഞ്ഞ് ഒരു സുബ്ഹാനല്ലാഹ് പോലും പറയാതെ, ഒരു അസ്തഗ്ഫിറുല്ലാഹ് പോലും പറയാതെ ചാടി എഴുന്നേറ്റ് പോയി. പെട്ടെന്ന് തന്നെ ചിലപ്പോൾ ആ നിസ്കരിച്ച മുസല്ല പോലും ഒന്നും മടക്കി വെക്കുന്നുണ്ടാവില്ല, അത് അവിടെ തന്നെ കിടക്കും, ഒരു ചവിട്ടുമെത്ത പോലെ. അങ്ങനെ കിടത്തിയിട്ട് പോയി കിടന്നുറങ്ങാനുള്ള ഒരു അവസ്ഥ കാണിക്കുന്ന ചില ആളുകൾ. നഊദു ബില്ലാഹ്, അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. മനസ്സിലാക്കണം, ഖിബലയുടെ മുന്നിൽ തന്നെ ഇരിക്കണം, അവിടെ ഇരുന്നുകൊണ്ട് അമൽ ചെയ്യണം. പ്രിയപ്പെട്ടവർ, അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായിട്ടുള്ള നമ്മുടെ വീട്ടിൽ ബറക്കത്തില്ലാത്തതിന് കാരണമാകുന്ന രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന് സുബഹയില്ലാത്ത അവസ്ഥ, രണ്ട് സുബഹയ്ക്ക് ശേഷം കിടന്നുറങ്ങുന്ന അവസ്ഥ. അല്ലാഹു രണ്ടിൽ നമ്മൾ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. പിന്നീട് നമ്മൾ പറഞ്ഞു പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള 3 സമയത്തെ ഉറക്കങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഉറക്കം ഈ ഉറക്കമാണ്. അള്ളാഹുവിന് വെറുപ്പുള്ള ഉറക്കങ്ങളിൽ ഒന്നാമത്തെ ഉറക്കം ഈ സുബഹിക്ക് ശേഷം സൂര്യ ഉദയത്തിന് മുമ്പുള്ള ഈ സമയത്തുള്ള കിടന്നുള്ള ഉറക്കം. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അതുപോലെ വേറൊരു ഉറക്കം എന്ന് പറയുന്നത്, അള്ളാഹുവിന് വെറുപ്പുള്ള ഉറക്കം അസറിന് ശേഷമുള്ള ഉറക്കമാണ്. അതുപോലെ മറ്റൊരു ഉറക്കം എന്ന് പറയുന്നത് ഇശാ മഗ്രിബിന്റെ ഇടയിലുള്ള ഉറക്കമാണ് പ്രിയപ്പെട്ടവരെ. അപ്പൊ ഈ 3 ഉറക്കവും അള്ളാഹുവിന് എന്താണ്? വെറുപ്പുള്ള ഉറക്കങ്ങളാണ്. അതുപോലെ അള്ളാഹുവിന് ഇഷ്ടമുള്ള ഉറക്കമുണ്ട്. ഏതുറക്കം എന്നറിയോ? ഇശാ കഴിഞ്ഞ് നേരത്തെ കയറി കിടന്നുറങ്ങാം. ഈ സമയത്തുള്ള ഉറക്കങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വളരെ ഇഷ്ടമുള്ള ഉറക്കങ്ങളാണ് പ്രിയപ്പെട്ടവരെ. ഏത് സമയം? രാത്രിയിൽ നേരത്തെ കിടന്നുറങ്ങി തഹജ്ജുദിന് എഴുന്നേൽക്കുന്ന ഉറക്കങ്ങൾ അള്ളാഹുവിന് ഇഷ്ടമാണ്, അല്ലേ? അതുപോലെ ഖൈലൂലത്ത്, ഈ തഹജ്ജുദിന് എഴുന്നേൽക്കുന്ന ആളുകൾക്ക് സുന്നത്താക്കപ്പെട്ട ഉറക്കമാണ് ഖൈലൂലത്തിന്റെ ഉറക്കം. അതെപ്പോഴാണ്? ളുഹർ നമസ്കാരത്തിന് ഒരു മണിക്കൂർ 1.5 മണിക്കൂർ മുമ്പുള്ള ഈ സമയത്തുള്ള ഉറക്കം ഖൈലൂലത്തിന്റെ ഉറക്കം. ഇത് അള്ളാഹു തആലയ്ക്ക് ഇഷ്ടമുള്ള ഉറക്കമാണ് പ്രിയപ്പെട്ടവരെ. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ നോമ്പുകാരന്റെ ഉറക്കം. നോമ്പുകാരന്റെ ഉറക്കം അവൻ അമൽ ചെയ്യുന്നത് പോലെയാണ്. നോമ്പുകാരൻ ഇബാദത്തിലായിരിക്കുന്നത് പോലെയാണ് അവന്റെ ഉറക്കവും എന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുന്ന അധ്യാപനങ്ങളിൽ നമുക്ക് കാണാം. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരിക. അള്ളാഹു ഖൈറും ബറക്കത്തും നിഅമത്തും സലാമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് പേര് കമന്റ് സെക്ഷനുകളിൽ ദുആ വസിയത്തുകൾ അറിയിക്കുന്നുണ്ട്. അള്ളാഹു അവരുടെ വിഷമങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ മാറ്റിക്കൊടുക്കട്ടെ. കടങ്ങൾ, കഷ്ടപ്പാടുകൾ വീട്ടിക്കൊടുക്കട്ടെ. പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, പരിഭവങ്ങൾ, പരാധീനതകൾ ഇല്ലായ്മ ചെയ്തു കൊടുത്ത് പരിഹരിക്കുമാറാകട്ടെ. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.